വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇറാൻ അതിശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. ഇറാന്റെ മിസൈൽ വർഷത്തിൽ മരണഭീതി അധികമുള്ള ഇസ്രായേലികൾ, ജൂതന്മാർ അത്യധികം പരിഭ്രാന്തരായിരിക്കുന്നു. ടെലവീവും ജെറുസലേമും ഇറാന്റെ അഗ്നിവർഷത്തിൽ കുലുങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ എയർപോർട്ട് നിശ്ചലമായി. ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ബങ്കറുകളിൽ ഒളിച്ചു. ആക്രമണം ദിവസങ്ങൾ നീളുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത് ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ആയത്തുള്ള അലി ഖുമൈനി ജനങ്ങളോട് ആവർത്തിച്ചു പറയുന്നു. ഒരു പരമാധികാര രാജ്യത്തെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചതും അവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇസ്രായേലാണ് ഈ തീക്കളി തുടങ്ങി വെച്ചതെന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇസ്രായേലിനാവില്ലെന്നും ആയത്തുള്ള അലി ഖുമൈനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം അയച്ചാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അയൺ ബോംബുകളും അമേരിക്കയുടെ താഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും വകഞ്ഞു മാറ്റി ഇസ്രായേൽ കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഇറാൻ. ഹിസ്ബുള്ളയും തങ്ങളെ കൊണ്ടാവും വിധം ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇറാൻ സംഭവിച്ച നഷ്ടങ്ങൾക്ക് തത്തുല്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്തുമെന്ന് തന്നെയാണ് ഇറാൻ ആണേറ്റ് പറയുന്നത്. ഈ രണ്ട് ഘട്ടങ്ങളായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 150ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയത്. മര്യാദക്കൊരു ആക്രമണം നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇസ്രായേലികൾ തല മാളത്തിലൊതുക്കി കരയാൻ തുടങ്ങിയിരിക്കുന്നു. തുടർച്ചയായുള്ള ആക്രമണം ഉണ്ടായാൽ ഒരു അയൺ ഡോമിനും അത് തടയാനാവില്ലെന്ന് ഇന്നലത്തെ ആക്രമണത്തോടുകൂടി ഇസ്രായേലുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി നടത്തിയ ഇറാന്റെ ആക്രമണത്തിൽ ടെലവീവിൽ 2 ബിൽഡിങ്ങുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ആ സമയം തന്നെ 17-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ ഒരു വനിതാ പൈലറ്റിനെ ഇറാൻ ബന്ദിയാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ വന്ന ഒരു വിമാനത്തെ വെടിവെച്ചിട്ടതിൽ നിന്നുമാണ് ഈ ഇസ്രായേലി വനിതാ പൈലറ്റിനെ പിടികൂടിയത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 100-നടുത്ത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്നുമാണ് റിപ്പോർട്ട്. എല്ലാ പൗരന്മാരെയും മാളത്തിൽ ഒളിപ്പിച്ചിട്ടും 100-നടുത്ത് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ഒരു സ്ത്രീ മരിച്ചതായി ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ ഇറാന്റെ ആക്രമണം അത്ര ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിവിപുലമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഇറാനെ തീരെ വില കുറച്ച് കാണേണ്ടതില്ല എന്നതിന്റെ മുന്നറിയിപ്പാണ്. ലോകം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ പൈശാചിക രാജ്യമായി ചിത്രീകരിക്കുമ്പോൾ ഇസ്രായേലിനെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇസ്രായേലിന് ആണവായുധം ഉണ്ടാക്കാം, അത് വിഷയമേ അല്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ അത് ലോകത്തിന് ഭീതിയാണ്. നാളെ ഇറാൻ ഞങ്ങളെ ആക്രമിക്കും എന്നതിനാലാണ് ഇന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അതെന്തൊരു നീതിയാണ്, അതെന്തൊരു ലോകക്രമമാണ്. അവിടെ എവിടെയാണ് അന്താരാഷ്ട്ര മര്യാദയും അന്താരാഷ്ട്ര നിയമങ്ങളും ഉള്ളത്? അങ്ങനെയെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിയമവും അംഗീകരിക്കാത്ത, ഒരു യുദ്ധനീതിയും പാലിക്കാത്ത ഇസ്രായേൽ നാളെ ലോകത്തിന് തന്നെ ഭീഷണിയാവില്ല. അതുകൊണ്ട് തന്നെ ആ ഇസ്രായേലിനെ ഇന്ന് ഇല്ലാതാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവും. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ ഏകദേശം 72-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 300-ലധികം പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്. സിവിലിയൻ ബിൽഡിങ്ങുകൾ ധാരാളമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്യുന്നതന്മാരായ സയന്റിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും സിവിലിയൻസിന് നേരെയുള്ള ആക്രമണത്തിന്റെ പരിധിയിൽപ്പെടുന്നില്ല ഇസ്രായേലിൽ. മറിച്ച് ഇസ്രായേലിൽ ഒരാൾ മരിച്ചെന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നതും 100-നടുത്ത് ജൂതർക്ക് പരിക്ക് പറ്റിയെന്ന് സമ്മതിക്കുന്നതും സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണമായി ഇസ്രായേൽ വിലപിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്ന ഇറാന് സിവിലിയൻസിനെ ആക്രമിക്കുന്നത് വഴി ഇറാൻ റെഡ് ലൈൻ അതിക്രമിച്ചിരിക്കുന്നു എന്ന്.
അതേസമയം ആയത്തുള്ള അലി ഖുമൈനി പറഞ്ഞത് ഇറാൻ യാതൊരു കഴിവുമില്ലാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച് തരിപ്പണമാക്കുമെന്നാണ്. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖുമൈനി ആവർത്തിച്ച് പറയുന്നത് യുദ്ധം ഈ കളി തുടങ്ങി വെച്ചത് ഇസ്രായേലാണെന്നാണ്. അതുകൊണ്ട് ഇതിന്റെ പരിസമാപ്തിയിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവം ഇസ്രായേൽ അനുഭവിക്കുക തന്നെ വേണ്ടി വരുമെന്നാണ്. അമേരിക്ക ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം പറഞ്ഞത് തങ്ങൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല എന്നായിരുന്നു. അത് ഇസ്രായേലിന്റെ സ്വച്ഛാപരമായ തന്നിഷ്ടപ്രകാരമായ ആക്രമണമായിരുന്നു എന്നാണ്. എന്നാൽ അതേ ട്രംപ് തന്നെ വൈകുന്നേരം പറഞ്ഞത് ഇസ്രായേലിന്റെ ആക്രമണം എക്സലന്റ് ആയി എന്നാണ്. അതിനർത്ഥം അമേരിക്കക്ക് ആ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ട്രംപ് പറഞ്ഞത് ഇറാൻ ഇനിയും ആണവായുധ കരാറിന്റെ മേശപ്പുറത്ത് അതിൽ സൈൻ ചെയ്യാൻ വന്നിരിക്കുന്നില്ല എങ്കിൽ ഇതിലേക്കാൾ തിക്തമായ അനുഭവം തന്നെയായിരിക്കും ഇറാൻ ഉണ്ടാവുക എന്നാണ്. അതിൽ നിന്നും ലോകം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇസ്രായേലിനെ വടികൊടുത്ത് അടിക്കാൻ പറഞ്ഞു വിട്ടത് അമേരിക്കയാണ് എന്ന് തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ഇല്ലാതാക്കിയത് ഇറാന്റെ ടോപ്പ് മിലിറ്ററി കമാൻഡേഴ്സിനെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയുമാണ്. നമ്മൾ നശിപ്പിച്ചത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയാണ്, അവരുടെ മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയാണ്. അതായത് ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ തങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. എന്നാൽ അതേ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് കുലുക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് തന്നെ അഗ്നിപടർത്താൻ ഇറാന്റെ മിസൈലുകൾ ആയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഇറാനിയൻ ജനതയോട് സുവിശേഷ വാക്കുകൾ ഊതിക്കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇറാനെ ആക്രമിച്ചത്, നിങ്ങളുടെ സ്വതന്ത്രത്തിന് വേണ്ടിയാണ് എന്നാണ്. 50 വർഷത്തോളമായി ഇറാൻ ഞങ്ങളുടെ രാജ്യത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭീഷണി ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ശ്രമിച്ചത്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി നിങ്ങളത് തയ്യാറാവുക എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാനികളോട് പറഞ്ഞത്. ഇസ്രായേൽ ഒരു മരണത്തിന്റെ കണക്ക് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. ഇസ്രായേൽ ഒരിക്കലും നാശനഷ്ടങ്ങളുടെ കണക്ക് ലോകത്തോട് പറയാറില്ല. അത് അവർക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ മരണസംഖ്യ ഒന്നല്ല, അതിനേക്കാൾ എത്രയോ വലുതാണെന്ന് പല അനൌദ്യോഗിക കണക്കുകളും സൂചിപ്പിക്കുന്നു.